ഹലോ ഡിയേഴ്സ്. അപ്പം ഒന്ന് നല്ലൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പം നോമ്പ് കയ്യാറായി. അപ്പം ലാസ്റ്റായിട്ട് ഈ ഒരു റെസിപ്പി കൂടി കിടക്കട്ടെ എന്ന് കരുതി നല്ല അടിപൊളിയായിട്ട് നമ്മൾ വെജിറ്റബിൾസ് ഒന്നും കഴിക്കാത്ത കുട്ടീസിന് അതൊക്കെ കഴിക്കിപ്പിക്കാൻ പറ്റണ, കൂടുതൽ ഓയിലൊന്നും യൂസ് ചെയ്യാണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കട്ട്ലൈറ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവർ പെട്ടെന്ന് ഉണ്ടാക്കി നോക്കിക്കോളി. വേഗം നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. ഒരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നല്ല ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അത് കുറച്ച് മതി. അത് നിങ്ങൾ ഒരളവിനനുസരിച്ച് എടുത്തോളൂ. അത് നമ്മൾ വെളിച്ചെണ്ണയിലോട്ട് ഇട്ടുകൊണ്ട് ഒന്നട മൂപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഈ സ്റ്റെപ്പുകളൊക്കെ കറക്റ്റ് ഫോളോ ചെയ്തുണ്ടാക്കിയാൽ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു കട്ട്ലേറ്റ് നമുക്ക് കിട്ടും കേട്ടോ. ഇത് ഗോൾഡൻ ബ്രൗൺ ഒന്നും ആവേണ്ട. നമ്മൾ ജസ്റ്റ് ഇതെന്നൊക്കെ മൂപ്പിച്ചെടുത്താൽ മാത്രം മതി കേട്ടോ. പിന്നെ നമ്മൾ കുറേ വെജിറ്റബിൾസ് കുനുതാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കയ്യിലുള്ളതിനനുസരിച്ച് ചെയ്യുക. ആദ്യം നമ്മൾ ബീട്രൂട്ടാണ് കേട്ടോ. ഈ ബീട്രൂട്ട് ഇട്ടതിന് പിന്നിലൊരു കാര്യമുണ്ട്. നമ്മൾ ഈ കോഫി ഹൗസിലൊക്കെ കഴിക്കണേ ഈ ഒരു കളറിൽ വരുന്ന കട്ട്ലേറ്റിന് വേണ്ടിയിട്ട് ചെയ്തതാണ്. പക്ഷേ ആ കളറൊന്നും കിട്ടിയില്ലെങ്കിൽ അടിപൊളി ടേസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ധൈര്യമായിട്ട് ഇട്ട് കൊടുത്തോളൂ. നമ്മൾ ആദ്യം ബീട്രൂട്ട് ഇടുന്നുണ്ട്, അതിൻ്റെ കൂടെ തന്നെ ക്യാരറ്റ് ഇടുന്നുണ്ട്, പിന്നെ നമ്മളെ വീട്ടിലുണ്ടായിരുന്നത് ക്യാബേജ്, പിന്നെ കുറച്ച് വലിയുള്ളി കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ വലിയുള്ളി മസ്റ്റൊന്നുമല്ല, ഉണ്ടെങ്കിൽ ഇടുക. ഇതൊക്കെ ഉള്ളതിനനുസരിച്ച് നിങ്ങളെ വീട്ടിൽ എന്തൊക്കെ വെജിറ്റബിൾസ് ആണുള്ളത് അതിനനുസരിച്ച് അത് വിചാരിച്ചിട്ട് നിങ്ങൾ വെള്ളരി, കുമ്പളം അതൊന്നും ഇടരുത്. ഇങ്ങനെയൊക്കെ നമ്മൾ ഉപ്പേരിയൊക്കെ വെച്ച് കഴിക്കണേ ഏത് വെജിറ്റബിൾ ആയാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ നിങ്ങളെ കയ്യിൽ ഗ്രീൻ പീസ് ഉണ്ട്, അതെങ്കിൽ വേവിച്ച് വെച്ച ഗ്രീൻ പീസോ ഫ്രോസൺ ആയിട്ടുള്ള ഗ്രീൻ പീസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ ഇത്രയും ഉണ്ടായിരുന്നാലും നമ്മളെ അടുത്തുള്ള വെജിറ്റബിൾസ്. അപ്പോൾ ഈ വെജിറ്റബിളൊക്കെ മക്കളെ വയറ്റിലാക്കുക എന്നുള്ളതാണ് കേട്ടോ നമ്മുടെ ഒരു മെയിൻ ഉദ്ദേശം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഹെൽത്തി ആയിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റണതുണ്ടെങ്കിൽ വേഗം ഇൻക്ലൂഡ് ചെയ്തോളൂ കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് കറിവേപ്പിൻ്റെ ഇല കൂടി ഇടുന്നുണ്ട്. വീട്ടിലുണ്ടായതാണ്, വേനലായതുകൊണ്ട് അതിൻ്റെ കളറൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട. ഞങ്ങൾ പുറത്തത് അങ്ങനെ യൂസ് ആക്കാറില്ല. ഇനി വാടിയാലും കുറച്ച് നമ്മളെ വീട്ടിലത്താകുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാമല്ലോ, അത് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു പ്രത്യേക കൂട്ടിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിലേക്ക് നമ്മൾ കുറേ മസാലപ്പൊടികളിട്ട് ഒരു കുത്തൽ ടേസ്റ്റ് ഒന്നല്ല വരുന്നത്, ഒരു പ്ലെയിൻ ടേസ്റ്റാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ഇതിലേക്ക് ഗരം മസാലയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. വേറെ അധിക പൊടികളൊന്നും ഇടുന്നില്ല. കുറച്ച് ഞാൻ വയ്യെ പറയാം, അത് മാത്രമാണ് നമ്മൾ ഇതിലിടുന്നത്. അതുകൊണ്ട് തന്നെ എക്സാക്റ്റ് ഈ ഒരു നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഫ്ലേവർ നമുക്ക് കിട്ടും. പിന്നെ നമ്മൾ എരിവിന് വേണ്ടിയിട്ട് കുറച്ച് കുരുമുളക് പൊടി കൂടി ഇടുന്നുണ്ട്. ഇപ്പോൾ കുട്ടീസിനൊക്കെ ആകുമ്പോൾ ഞാൻ കുറച്ചേ യൂസ് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾ വേണമെങ്കിൽ കൂടുതൽ ഇട്ടുകൊണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ചിക്കൻ മസാലയൊക്കെ ഇടുന്നത് ഓപ്ഷണലാണ്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എന്താ വെച്ചാൽ നമ്മൾ ആ ഒരു പൊടികളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഈ ഒരു മസാലയൊക്കെ ഇടുമ്പോൾ ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് നമ്മളെ കയ്യിൽ നിന്ന് നഷ്ടമാവും. അതുകൊണ്ട് കൂടുതൽ പൊടികൾ ഇട്ടുകൊണ്ട് ഞാൻ ഈ സമൂസയും കട്ട്ലേറ്റും ഒന്നും ബോറാക്കാറില്ല. അപ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയും തന്നെ മതിയാകും നമ്മുടെ ഈ ഒരു മസാലയിലേക്ക് കേട്ടോ. പിന്നെ നമ്മൾ മെയിൻ സാധനം ഇട്ടിട്ടില്ല. ഒരു വെജിറ്റേറിയൻ ആണെങ്കിൽ നിങ്ങൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്തോളൂ. നിങ്ങൾക്ക് ഇത്രയും തന്നെ മതി. അല്ല നിങ്ങളെ കുട്ടികൾക്ക് ചിക്കനോ ബീഫോ ഒക്കെ ഇഷ്ടമുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ കുറച്ച് ചിക്കൻ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ബീഫ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ചിക്കനാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത് ഇട്ടുകൊണ്ട് ഒന്ന് മിക്സ് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. അതിന് ശേഷം കുറച്ച് വലിയ പൊട്ടാറ്റോസ് പുഴുങ്ങി എടുത്തിട്ടുണ്ട്. ഓവറായിട്ട് കുക്ക് ചെയ്യരുത്. അങ്ങനെ ആകുമ്പോൾ ഇത് നല്ല ലൂസായിട്ട് നിൽക്കും. ഇതേപോലെ ഇങ്ങനെ ടൈറ്റായിട്ട് നിൽക്കണം കേട്ടോ. അതിന് ഓവർ കുക്ക് ചെയ്യാത്ത പൊട്ടാറ്റോ ആണ് നല്ലത്. അപ്പോൾ നമ്മൾ അതിന് ശേഷം അതിലേക്ക് ഇത് മിക്സ് ചെയ്യാണ് കേട്ടോ. മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ 2-3 കാര്യങ്ങൾ ഉറപ്പായിട്ടും ശ്രദ്ധിക്കുക. ഒന്ന്, ഉപ്പ് എല്ലായിടത്തും കറക്റ്റ് അല്ലേ എന്നുള്ളത്, അല്ലെങ്കിൽ നമ്മൾ ഉപ്പ് ആഡ് ചെയ്യുക. അതേപോലെ തന്നെ ഇത് തിക്കായിട്ടിരിക്കണം. അതേപോലെ തന്നെ എല്ലായിടത്തും ഈവൻ ആയിട്ട് സ്പ്രെഡ് ആവണം കേട്ടോ നമ്മളെ മസാല മുഴുവന്. അതിന് ശേഷം നമ്മൾ എഗ്ഗിന് പകരം കോൺഫ്ലവറിൽ വെള്ളം ഒരിത്തിരി ഉപ്പ് ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഡിപ്പ് ചെയ്യണത്. അതുപോലെ തന്നെ ബ്രെഡ് ക്രംസും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ സാധാരണ ഒരു കട്ട്ലേറ്റ് ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉരുട്ടിയെടുക്കുന്നുണ്ട്. അതിന് ശേഷം ഈ ഒരു വെള്ളത്തിൽ മുക്കിയെടുക്കാം കേട്ടോ. ഇത്ര ലൂസാക്കണ്ട, കുറച്ച് ടൈറ്റിൽ ചെയ്യുക. ഞാനൊരു ആവേശത്തിന് അങ്ങനെ ലൂസാക്കിയതാണ്. അതിന് ശേഷം ബ്രെഡ് ക്രംസിൽ മുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മളൊരു ചെറിയ അടപ്പെടുത്തിട്ട് നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് അതിനനുസരിച്ച് ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് ആക്കി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് ഓരോന്നും ഇങ്ങനെ വിട്ട് തന്നെ വെക്കുന്നുണ്ട്. ഇനി ഇത് പൊരിച്ചെടുക്കുന്നതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇതിൽ നമ്മൾ എഗ്ഗ് ആഡ് ചെയ്യാത്തതുകൊണ്ട് തന്നെ അധികം ഓയിലൊന്നും വേണ്ട. നമ്മൾ കുറച്ച് എണ്ണയിൽ അങ്ങനെ മറിച്ചിട്ട് ചെയ്താൽ മതി. കോൺഫ്ലവർ മിക്സ് ആയതുകൊണ്ട് തന്നെ ഇത് വല്ലാണ്ട് എണ്ണ കുടിക്കൊന്നുമില്ല. നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് ക്രിസ്പി ആവുന്നത് വരെ ഓൾറെഡി കുക്ക് ചെയ്ത എല്ലാ സാധനവുമാണ്. അതുകൊണ്ട് തന്നെ ബ്രെഡ് ക്രംസ് ക്രിസ്പ് ആവുന്നത് വരെ മാത്രം അങ്ങനെ മാറ്റിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇത് ഇത്ര ടേസ്റ്റ് ഉണ്ടോ, ആ പറയണ അത്ര ഉണ്ടോ എന്നൊക്കെ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും.
ഉണ്ടാവും. പക്ഷെ നിങ്ങൾ ലൈഫിൽ ഒരു തവണയെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം. ഇത്രയേ ഉള്ളൂ നമ്മളെ പരിപാടി. ഈ ഓയിൽ ഇനി അടുത്തതിനും കുറച്ചൊക്കെ ബാക്കി ഉണ്ടാവും. അതിനനുസരിച്ച് നമ്മളിങ്ങനെ കുറച്ച് മാത്രമേ ഓയിൽ ആവുന്നുള്ളൂ കേട്ടോ. അപ്പം അതുകൊണ്ട് വല്ലാണ്ട് അൺഹെൽത്തി അല്ലാത്തൊരു കട്ട്ലേറ്റ് ആണെന്ന് കൂടി പറയാം. അതുപോലെ തന്നെ ഈ വെജിറ്റബിൾസൊക്കെ കൊണ്ട് നമ്മളിത് കുറച്ച് ഹെൽത്തി ആക്കിയിട്ടുമുണ്ട്. അപ്പോൾ നമ്മൾ കുട്ടികൾക്കൊക്കെ ധൈര്യമായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു റമദാൻ വിഭവം കൂടിയാണ് കേട്ടോ. റമദാൻ മാത്രമല്ല അല്ലാത്തപ്പോഴൊക്കെ നമുക്കിത് അടിപൊളിയായിട്ട് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ വീട്ടിലുള്ളവർക്ക് വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ രൂപത്തിലൊന്നും വല്ലാണ്ട് കോൺഷ്യസ് അല്ല. നമ്മൾ എന്തായാലും കൊണ്ട് വൃത്തിക്കൊന്നും ആവണം എന്നൊന്നുമില്ല വിചാരിച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇത് ഞാൻ നോമ്പിന് മുമ്പ് ഉണ്ടാക്കിയ ഒരു റെസിപ്പി കൂടിയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഈ ഉപ്പ് നോക്കുന്ന കാര്യമൊക്കെ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ഒരു തവണയെങ്കിലും ഈ ഒരു സാധനം ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയാം. ഞാനിതൊന്ന് കഴിച്ച് നോക്കിയിട്ട് പറയാം. സത്യത്തിലും അടിപൊളിയാണ്. നിങ്ങൾക്കിത് പറഞ്ഞു തരാനേ എനിക്ക് പറ്റുള്ളൂ. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നാളെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.